فوسوس لهما الشيطان ليبدي لهما ما وري عنهما من سوآتهما فقال ما نهاكما ربكما عن هذه الشجرة إلا أن تكونا ملكين أو تكونا من الخالدين فقاسمهما إني لكما لمن الناصحين فدلاهما بغرور فلما ذاقا الشجرة بدت لهما سوآتهما يخصفان عليهما من الجنة فناداهما ربهما ألم أنهكما عن تلكما الشجرة وأقل لكما إن الشيطان لكما عدو مبين لم تغفر لنا وترحمنا لنكونن من الخاسرين. കഴിഞ്ഞ ആഴ്ചയിൽ വിജ്ഞാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രാധാന്യത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി നടത്തിയ കൗതുകകരമായ ചില ചിത്രീകരണങ്ങളുടെ ചെറിയ വിശദാംശങ്ങളാണ് യഥാർത്ഥത്തിൽ നൽകിയത്. അടിസ്ഥാനമില്ലാത്ത അറിവും മനുഷ്യന് ശാന്തിക്ക് പകരം അസ്വസ്ഥതയും പ്രയാസവും ബുദ്ധിമുട്ടുമൊക്കെയാണ് ഉണ്ടാക്കുക. അത് മനുഷ്യനെ ആദ്യം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച സംഗതിയാണ്. അല്ലാഹുവും മലക്കുകളുമുള്ള ഒരു സദസ്സ് മനുഷ്യന്റെ നിയോഗത്തെ സംബന്ധിച്ച ചർച്ചയും ഭൂമിയിൽ രക്തച്ചൊരിച്ചിലും കുഴപ്പങ്ങളുണ്ടാക്കുന്ന ഈ പുതിയ ജന്തുവിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച മലക്കുകളുടെ സംശയങ്ങളും അതിനുള്ള മറുപടിയും ഒക്കെ വളരെ കൗതുകകരമായി വളരെ ആഴത്തിൽ പഠിക്കാൻ താല്പര്യം നൽകുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അവതരിപ്പിക്കുന്നു. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ വിവിധ വശങ്ങളിൽപ്പെട്ടതാണ് അതൊക്കെ. അത്യന്താധുനിക വിദ്യാഭ്യാസ മനഃശാസ്ത്രം പോലും യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്തിട്ടില്ലാത്ത മേഖലകളിലൂടെയാണ് ഖുർആന്റെ അധ്യയനം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഖുർആൻ വരച്ച് കാണിക്കുന്ന ഓരോ ചിത്രങ്ങളും ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അള്ളാഹു നമ്മുടെ മുന്നിലാണ്, മലക്കുകൾ നമ്മുടെ മുന്നിലാണ്, നമ്മളവിടെ ഹാജരാണ് എന്നൊക്കെ ഒരു പ്രതീതി ഉണ്ടാവും. മഴമേഘങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആ മഴമേഘങ്ങൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് വരുന്നതായി തോന്നും. മഴ ഇങ്ങനെ പെയ്തിറങ്ങുമ്പോൾ ഭൂമിയിൽ സസ്യലതാദികൾ ഇങ്ങനെ മുളച്ചു പൊന്തിയെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോൾ നമ്മുടെ കൺമുന്നിലാണ് അതൊക്കെ നടക്കുന്നത് എന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്ന തരത്തിലാണ് ശ്രവ്യ ദൃശ്യ മാധ്യമങ്ങൾക്ക് ഉള്ളതിനേക്കാൾ ഭയങ്കരമായ ഒരു ഇഫക്റ്റാണ് ഈ ഇമാജിനേറ്ററി. അതായത് ഒരു സംഗതി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പറഞ്ഞു കൊടുക്കുന്ന ആള് പറയുന്ന സംഗതി നന്നായി അവതരിപ്പിച്ചാൽ കേൾക്കുന്ന ആളിൻ്റെ സങ്കല്പം ആ ലോകം വളരെ വലുതായിരിക്കും. അതിരുകളില്ലാത്ത ലോകമാണ്. ഒരു ദൃശ്യമാധ്യമമാണെങ്കിൽ ആ ദൃശ്യത്തിൽ മാത്രമാണ് മനുഷ്യ മനസ്സ് കടന്നു കയറുക. ഇവിടെ ദൃശ്യം മുന്നിലില്ലാത്തത് കൊണ്ട് പ്രവിശാലമായ മനസ്സിന്റെ ക്യാൻവാസിലാണ് ദൃശ്യങ്ങൾ വരുന്നത്. അപ്പൊ ആദ്യ സമൂഹ ഗോത്രത്തിന്റെ രംഗം അങ്ങനെ വിശദീകരിക്കുമ്പോൾ അവിടെ ഹൂദ് നബിയും സാലിഹ് നബിയും ഒക്കെ വരുന്നതും അക്രമികളായ ജനതകളുമായി സംവാദം നടത്തുന്നതും അവർ പ്രവാചകന്മാരെ
ദ്രോഹിച്ചും മർദ്ദിച്ചും അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്നതൊക്കെ നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ ചിത്രങ്ങളായി ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കും. ഒടുവിൽ അവരെല്ലാം നശിച്ച് ഭൂമിക്കടിയിലായതിനു ശേഷം ആ പ്രവാചകന്മാർ അവരുടെ ശ്മശാനങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്ന ചില രംഗങ്ങൾ ഖുർആനിൽ വിശദീകരിക്കുന്നുണ്ട്. അല്ലയോ മനുഷ്യന്മാരെ, ഞാൻ നിങ്ങൾക്ക് നേർമാർഗം കാട്ടിത്തന്നിരുന്നില്ലേ? നിങ്ങളത് സ്വീകരിക്കാത്തത് കൊണ്ട് ഇപ്പോൾ സർവ്വതും നശിച്ച് ഈ മണ്ണിനടിയിൽ നിങ്ങളായിപ്പോയില്ലേ എന്ന് ചോദിക്കുന്ന ആ രംഗം, അത് പ്രവാചകന്റെ വായിലൂടെ നമ്മളിലേക്ക് എത്തുമ്പോൾ, നമ്മളിങ്ങനെ കാലാന്തരങ്ങളിൽ ലോകത്തെ മനുഷ്യന്മാരോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പണ്ട് കടന്നുപോയ അതേ രംഗം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിലെത്തിക്കുന്ന തരത്തിൽ അത്ഭുതകരമായ ഒരു സംവിധാനമാണ് ഖുർആനിക അധ്യാപനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അള്ളാഹുവും മലക്കുകളുമുള്ള രംഗം, ആദവും അള്ളാഹും മലക്കുകളും തമ്മിലുള്ള രംഗം, കൂട്ടത്തിൽ ഇബ്ലീസിലുള്ള രംഗം, എന്നിട്ട് ചോദ്യോത്തരങ്ങൾ, എന്നിട്ട് ആദമിനെ അവിടെ ജ്ഞാനം കൊടുത്ത് ഉയർത്തി നിർത്തുന്നത്, അത് കഴിഞ്ഞ് മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറയുന്നത്, ഇബ്ലീസ് അവിടെ നിന്ന് മാറി നിൽക്കുന്നത്. ഇതൊക്കെ ചിത്രീകരിക്കുമ്പോൾ വെറുതെ കുറെ ചിത്രീകരണങ്ങൾ രസത്തിന് വേണ്ടി കാണാൻ വേണ്ടിയല്ല, അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള പാഠം മനസ്സിലാക്കിയിട്ട് പ്രായോഗിക ജീവിതത്തിൽ വിജയത്തിന്റെ പാത പിന്തുടർന്ന് വിജയിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പ്രത്യേകം ഓരോ ആയത്തിനും പെൺകുറിയായി എടുത്തു പറയുന്നത് നമുക്കതിൽ കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ ഭൂമിയിലേക്കാണ് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് എന്ന് ആദ്യം തന്നെ പ്രഖ്യാപിച്ചു. പക്ഷെ അള്ളാഹുവിന്റെ ഹദറത്തിൽ വെച്ച സംഭവങ്ങളാണ് നേരത്തെ വിശദീകരിച്ച സംഗതികളൊക്കെ. എന്നിട്ട് ഭൂമിയിലേക്ക് ജീവിതാനുഭവങ്ങൾക്ക് വേണ്ടി ആദമിനെയും എണ്ണയെയും വിടുന്നതിന് മുമ്പ് ഒരു പുതിയ പാഠം കൂടി പഠിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മറ്റൊരു തലത്തിലേക്ക് നീക്കുകയാണ്. യഥാർത്ഥം നമ്മൾ ഒരുപാട് കേട്ടതാണ്, വഅദിലും ഖുതുബയിലും കേട്ടതാണ്, ഖുർആനിൽ വായിച്ചതാണ്. പക്ഷേ അതിൻ്റെ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ, വ്യത്യസ്തങ്ങളായ സമീപനങ്ങൾ പലപ്പോഴും നമ്മളെ ആകർഷിക്കുകയോ അല്ലെങ്കിൽ അത് ഇരുത്തി ചിന്തിപ്പിക്കുകയോ ചെയ്തതായിട്ട് പലരോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. കാരണം പരമ്പരാഗതമായി ഒരു കഥ പഠിക്കുന്നത് പോലെ അതങ്ങനെ പഠിച്ചുപോയി എന്നതിൽ കവിഞ്ഞ് അതും ജീവിതവും തമ്മിലുള്ളൊരു ബന്ധം എന്താണ്, നമുക്കതിൽ നിന്ന് എന്താണ് പാഠം ഉൾക്കൊള്ളേണ്ടത് എന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും ശ്രമിക്കാറില്ല എന്നുള്ളത്. ഇവിടെ യഥാർത്ഥത്തിൽ ഖുർആൻ ഈ വിശദീകരണങ്ങൾ നൽകുമ്പോൾ ഇതിലേക്ക് നമ്മുടെ മനസ്സിനെ പിടിച്ചുയർത്തി കൊണ്ടുപോകുമ്പോൾ നമുക്ക് വലിയ പാഠങ്ങൾ നൽകുന്നതാണ്. അതിലെ യഥാർത്ഥത്തിൽ 3-ാമത്തെയോ 4-ാമത്തെയോ എപ്പിസോഡാണ് ആദമിനെയും ഹൗവയെയും ഭൂമിയിലേക്ക് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിടുന്നതിന് മുമ്പ് ഒരു തോട്ടത്തിൽ, സ്വർഗത്തിൽ, അത് നമ്മളെല്ലാം പ്രവേശിക്കും. ഇന്ദഹാ ജന്നത്തുൽ മഅ്വ, അതായത് ഈ പ്രപഞ്ചാതിർത്തിക്ക് അപ്പുറത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തിപ്പെട്ട സിദ്റത്തുൽ മുൻതഹയ്ക്ക് അടുത്തുള്ള അതേ സ്വർഗം തന്നെയാണോ, അതല്ല വേറെ ഏതെങ്കിലും തരത്തിലുള്ള തോപ്പാണോ തോട്ടമാണോ എന്നൊന്നും കൃത്യമായി പറയാൻ നമ്മുടെ പക്ഷം തെളിവുകളില്ല. ജന്നത്ത് എന്ന പ്രയോഗമാണ് രണ്ടിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ കൂടുതലൊന്നും പറയാതെ ഡയറക്റ്റായിട്ട് ചിത്രീകരണത്തിലേക്ക് കിടക്കണം. വയാ ആദമസ്കുൻ അൻത വസൗജുകൽ ജന്ന ഫകുല്ലാ മിൻഹാ യശ്തുന. റഗദൻ എന്ന് വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, സുഭിക്ഷമായി. ആദമിനോടും സൗജ് ഇണയോടും പറഞ്ഞത് നിങ്ങൾ ആ തോട്ടത്തിൽ കടന്നുകൊള്ളുക, അവിടെ പാർത്തുകൊള്ളുക എന്നുള്ള അർത്ഥത്തിലാണ്. ഉസ്കുൻ, നിങ്ങൾ അവിടെ താമസിച്ചുകൊള്ളുക, എന്നിട്ട് ഇഷ്ടമുള്ളതെന്തും അവിടെ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. വലാ തഖ്റബ ഹാദിഹി ഷജറത ഫതകൂന മിനൽ ളാലിമീൻ. ഒരു പ്രത്യേക വൃക്ഷത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് അതിനോട് അടുക്കരുത് എന്ന് പറയുന്നു എന്നാണ് പണ്ഡിതന്മാരെല്ലാം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയല്ല എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്. ഒരു നിരോധം ഏർപ്പെടുത്തി, എല്ലാം അനുവദിച്ചു. കൂട്ടത്തിൽ അഷജറത്ത് എന്ന് പറയുന്നത് ഒരു പ്രതീകാത്മകമാണ്. ഒരു നിരോധം ഏർപ്പെടുത്തി, എല്ലാത്തിനും അനുവാദം, പക്ഷെ ഒരു നിരോധനവും കൂടി അവിടെ വെച്ചു. അതിനോട് നിങ്ങൾ അടുത്താൽ, അടുക്കുക എന്ന് പറഞ്ഞാൽ അതുമായി നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിച്ചാൽ, അത് രുചിച്ചാൽ നിങ്ങൾ ളാലിമീങ്ങളായി പോകും, അക്രമികളായി പോകും എന്ന മുൻ
താക്കീതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. പിന്നെ അവിടെ പഴയ കഥകൾ, ഇതിനു മുമ്പ് നടന്ന ചില കഥകളുടെ അനന്തരഫലമായി ഉണ്ടായ ചില ശത്രുതാ പ്രശ്നങ്ങളുണ്ട്. അതൊന്നും പറയാതെ നേർക്ക് നേരെ ഫവസ്വസ ലഹുമു ശൈത്വാനു ലിയുബ്ദിയ ലഹുമാ മാ ഊരിയ അൻഹുമാ മിൻ സൗആതിഹിമാ. പിശാച് അവരെ ദുർബോധനം നടത്തി, രണ്ടാളെയും ദുർബോധനം നടത്തി. അവരിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരുന്ന അവരുടെ ഗോപ്യസ്ഥാനങ്ങൾ അവർക്ക് വെളിവാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ആ പണിയെടുത്തത് എന്ന് ഇവിടെ സൂറത്തുൽ അഅറാഫിൽ വ്യക്തമാക്കി പറയുന്നു. ബഖറയിൽ ആ വിഷയം പറയുന്നില്ല. പറയാതെ തന്നെ പിശാച് അവരെ ദുർമന്ത്രത്തിൽപ്പെടുത്തി അവരെവിടെയായിരുന്നുവോ അവിടെ നിന്ന് അവരെ പുറത്താക്കാൻ വേണ്ടിയാണ്. അവർക്ക് സ്വർഗത്തിൽ യഥാർത്ഥത്തിൽ വസ്ത്രമുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ പ്രകാശം കൊണ്ടുള്ള വസ്ത്രമായിരുന്നു ആദമിനും ഹവ്വയ്ക്കും അവിടെ ആദ്യം ഉണ്ടായിരുന്നത് എന്ന് ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രകാശത്തിൻ്റെ ഒരു മറ നമുക്കിപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. പ്രകാശം ഒരു പ്രത്യേക ഒരു ഫോമിലുള്ളത്. പ്രകാശം കാണാൻ പറ്റില്ല എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പ്രകാശത്തിൻ്റെ പ്രതിബിംബം മാത്രമാണ് നമ്മൾ ദർശിക്കുന്നത്, റിഫ്ലക്ഷൻ. അപ്പോൾ ഒറിജിനൽ ലൈറ്റ് നമ്മൾ കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല, കാണാനും പറ്റില്ല ദുനിയാവിൽ വെച്ച്. ഇവിടെ നമ്മളെല്ലാം റിഫ്ലക്ഷൻ മാത്രമാണ് കാണുന്നത്. അപ്പോൾ ആ പ്രകാശം കൊണ്ടുള്ള ഒരു മറ, ഒരു പ്രൊട്ടക്ഷൻ അവർക്ക് ചില സ്ഥാനങ്ങളുണ്ടായിരുന്നു. മനുഷ്യ ശരീരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സംഗതികളൊക്കെ തീരുമാനിച്ചു. നമുക്കറിയാം, നഗ്നത എന്ന് പറയുന്ന ഒരു പ്രശ്നം, ഹൈബൈറ്റ്, അത് വെളിവാക്കാൻ പാടില്ല എന്ന ഒരു നിർദ്ദേശം നൽകി. പുരുഷന്റെ സൗന്ദര്യം, പെണ്ണിന്റെ സൗന്ദര്യം ആ നഗ്നത മറയ്ക്കുന്നതിലാണ്. മനുഷ്യന്റെ സൗന്ദര്യം മൊത്തത്തിൽ, മൃഗത്തിന്റെ സൗന്ദര്യം മറച്ച നഗ്നത വെളിവാക്കുന്നതിലാണ്. ഏതെങ്കിലും ഒരു മൃഗം അങ്ങാടിയിലൂടെ ട്രൗസർ ഇട്ട് പോയാൽ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കും. ഒരു വലിയ അത്ഭുതം തന്നെ ആയിരിക്കും. മൃഗത്തിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ആ നഗ്നത വെളിവാക്കുന്നതിലാണ്. മനുഷ്യന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞത് നഗ്നത മറയ്ക്കുന്നതിലാണ്. വളരെ അർത്ഥവത്തായ ചില സംഗതികളാണ്. അപ്പോൾ മനുഷ്യന്റെ ആ നഗ്നത മറച്ചു വെക്കാനാണ്, അങ്ങനെയാണ് അവനെ സൃഷ്ടിച്ചത്. ആ മറച്ചു വെക്കപ്പെട്ട നഗ്നത അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി. നഗ്നത ആണിനും പെണ്ണിനും കൂടി നഗ്നത വെളിവായാൽ പിന്നുണ്ടാകുന്ന സംഭവവികാസങ്ങളെ കുറിച്ച് വിശദാംശങ്ങളൊന്നും നമ്മളെ പറഞ്ഞു പഠിപ്പിക്കാതെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വേഗം പറഞ്ഞു പോകുന്നു. ഓരോരുത്തരുടെ വിശാലമായ ഇമാജിനേഷന്, സങ്കല്പത്തിന് എന്തൊക്കെ ചിന്തിക്കാൻ പറ്റുമോ ഹലാലായ മാർഗത്തിൽ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ തള്ളിക്കളയാത്ത മാർഗത്തിൽ ചിന്തിക്കാനുള്ള വലിയൊരു ഏരിയ വിട്ടുകൊണ്ടാണ് ആ ചിത്രീകരണം പുരോഗമിക്കുന്നത് എന്നുള്ളതാണ്. അതായത് എല്ലാം അനുവദിച്ചു, ഒന്ന് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടില്ല, അനുവദിക്കാതിരുന്നു. അപ്പൊ പിശാച് പറഞ്ഞു, അതായത് മാ വഖാല മാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി ഷജറ, ഈ മരത്തിൽ നിന്ന്, പ്രതീകത്തിന്റെ പേര് എന്നെ എടുത്തു പറയുന്നു, ഈ മരത്തിൽ നിന്ന് നിങ്ങളെ നിങ്ങളുടെ രക്ഷിതാവ് വിലക്കിയത് എന്തിനാണെന്നറിയോ? ഇല്ലാ ചക്കൂന മലക്കൈൻ, നിങ്ങൾ മലക്കുകളായി പോകാതിരിക്കാൻ വേണ്ടിയാണ്. മലക്കുകളാകുക എന്ന് പറഞ്ഞാൽ ബഹുമാന്യമായ ഒരു സ്ഥാനം, ആദരണീയമായ ഒരു സ്ഥാനം ഉണ്ടാവുക എന്നതാണ് അവിടെ കൊണ്ട് ഉദ്ദേശിച്ചത്. നിങ്ങൾ ഔന്നത്യത്തിലായി പോകാതിരിക്കാൻ വേണ്ടിയാണ്. അത് നിങ്ങൾ അടുത്താൽ നിങ്ങൾ ഔന്നത്യത്തിലാവും എന്നുള്ള കൊലത്തിലാണ്. അല്ലെങ്കിൽ നിങ്ങൾ എറ്റേണിറ്റി എന്ന് പറഞ്ഞാല് നിത്യത കൈവരിക്കുക. അവിടെ സ്വർഗീയ സുഖ സൗകര്യങ്ങളിൽ നിത്യമായി നിങ്ങൾ കഴിഞ്ഞുകൂടും. അങ്ങനെ ആയിപ്പോകും നിങ്ങൾ. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് വിലക്കിയത്. വളരെ വിശദാംശങ്ങൾ മൈന്യൂട്ടായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങളുടെ മനസ്സിന് വിടുകയാണ്. ഇബ്ലീസ് ശത്രുവാണ് എന്നത് അല്ലാഹു തആല നേരത്തെ പഠിപ്പിച്ചു എന്ന് പിന്നീട് പറയുന്നുണ്ട്. സുജൂദ് ചെയ്യാതിരുന്ന സന്ദർഭത്തിൽ മനുഷ്യന്റെ വളർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന ഒരു ശത്രുവായി നീ മാറിയിരിക്കുന്നു, നീ റജീമാണ്, പുറത്തു പോ എന്നൊക്കെ പറയുന്ന രംഗങ്ങൾ വേറെ സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിത്രീകരിക്കുന്നു. അപ്പൊ ഇവിടെ ഒരു ആണും പെണ്ണും കൂടി അവിടെ അവരെ ചില നിശ്ചിത നിബന്ധനകളിലൂടെ ജീവിക്കാൻ അല്ലാഹു തആല വിടുന്നു. ആ നിബന്ധനകൾ പൊട്ടിക്കാൻ ഇബ്ലീസ് അവിടെ കയറിയിട്ട് കുരുത്തങ്ങൾ ഉണ്ടാക്കുന്നു. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നല്ല ഉത്തമമായ സൗഭാഗ്യം എന്നും അനുഭവിക്കാൻ പറ്റും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ പടച്ചോൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പടച്ചോൻ പറയാ വഖാസമഹുമ, അവൻ ആണയിട്ട് പറഞ്ഞു, ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ, ഞാൻ തീർച്ചയായും നിങ്ങളുടെ ഗുണകാംക്ഷികൾപ്പെട്ടവനാണ്. നിങ്ങൾക്ക് നന്മ വരാൻ വേണ്ടി മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഭൂമിയിൽ പിൽക്കാലത്ത് ആദമിന്റെ മക്കൾ അനുഭവിക്കാൻ പോകുന്ന പൈശാചിക ദൗർബോധനങ്ങളുടെ ഒരു ചിത്രീകരണം അവിടെ നടത്തുക.
നിങ്ങളുടെ നന്മ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാനിത് ഉപദേശിക്കുന്നത് എന്ന് പറഞ്ഞ് എല്ലാ അരുതായ്മകളിലും ഇബിലീസ് വന്നുകൂടുന്ന ആ രംഗം, അവിടെ വാപ്പയും ഉമ്മയും പറ്റിച്ചാൽ ആ ഇബിലീസ് ഉണ്ടല്ലോ, അത് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒടുവിൽ നമ്മളോട് പറയുന്നു. അങ്ങനെ അവരെ വഞ്ചനയിൽ പെടുത്തി, അവൻ പറഞ്ഞ് പ്രേരിപ്പിച്ച് അവര്, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അവര് രുചിച്ചു നോക്കി എന്നാണ്, അടുക്കരുത് എന്നാണ് നേരത്തെ പറഞ്ഞത്. ആ വൃക്ഷം അവർ രുചിച്ചു നോക്കിയപ്പോൾ, അല്ലെങ്കിൽ വൃക്ഷത്തിൽ നിന്ന് അവർ രുചിച്ചു നോക്കിയപ്പോൾ, അപ്പൊ അവിടെ ആ പ്രതീകാത്മക സംഭവം കുറച്ചുകൂടി വിശാലമാകണം. വേണ്ട എന്ന് പറഞ്ഞൊരു സംഗതി അവർ ചെയ്തു നോക്കിയപ്പോൾ ബദത് ലഹുമാ സൗആത്തുഹുമാ, അവരുടെ നഗ്നത, മറച്ചു വെച്ചിരുന്ന നഗ്നത, പ്രൊട്ടക്ഷൻ അതിപ്പോ പോയി, പ്രകാശത്തിന്റെ വസ്ത്രം പോയി, അവർ നഗ്നരായി പോയി, അല്ലെങ്കിൽ അവര് നാണക്കേട് സംഭവിക്കുന്ന കൂട്ടത്തിലുള്ള പ്രവൃത്തി ചെയ്തവരായി പോയി. അപ്പൊ അവർക്ക് ആകപ്പാടെ വല്ലാണ്ട് നാണമായപ്പോ സ്വർഗത്തിലെ ഇലകൾ പറിച്ച് കൂട്ടിച്ചേർത്ത് അവരുടെ നഗ്നത മറയ്ക്കാൻ ശ്രമിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഈ ഇത്രയും സന്ദർഭം ഇതൊക്കെ ഉണ്ടാകുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മിണ്ടുന്നില്ല, അവരിതൊക്കെ ചെയ്തു എന്നാ പറയണം. അപ്പോ വനാദാഹുമാ റബ്ബുഹുമാ അലം അൻഹകുമാ അൻ തിൽകുമാ അശ്ശജറതി വഅഖുൽ ലകുമാ ഇന്നശ്ശൈത്താന ലകുമാ അദുവ്വും മുബീൻ. അന്നേരം അല്ലാഹു തആല വിളിച്ചു, അവരെ രണ്ടുപേരുടെയും രക്ഷിതാവ് അവരെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, വഅഖുൽ ലകുമാ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ രണ്ടാളും, ഇന്നശ്ശൈത്താന ലകുമാ അദുവ്വും മുബീൻ, ഈ പിശാചിനെ, നിങ്ങളിപ്പോ ഈ നാണം കെട്ടി കുലുമാലിലൊക്കായി വസ്ത്രം ഉരിഞ്ഞു പോകുക എന്ന് പറഞ്ഞില്ലേ, ചില പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം വസ്ത്രം ഉരിഞ്ഞു പോകുന്ന പ്രവർത്തനങ്ങൾ, നഗ്നത വെളിവായി പോകുന്ന പ്രവർത്തനം, അതെന്തൊക്കെയാണെന്ന് വിശദാംശങ്ങളൊന്നും പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ അല്ലാഹു പറയുന്നത്, ഈ ഇബ്ലീസിന്റെ കൂട്ടത്തിൽ പെടരുത് എന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നില്ലേ. അപ്പോ ഇബ്ലീസ് നിങ്ങളെ പറ്റിച്ചു, നിങ്ങൾ ഇബ്ലീസിന്റെ കെണിയിൽ വീണു. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അതായത് ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മനുഷ്യൻ പഠിക്കുന്ന ഒരു ദുആയാണ്, മനുഷ്യന്റെ ആദ്യത്തെ ദുആ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നുള്ള ദുആ പിന്നീട് പഠിച്ചത്, പക്ഷേ ഇവിടെ ആദ്യത്തെ ദുആ അവൻ അബദ്ധം കാണിച്ച്, വക്രതോ കുഴപ്പമോ കാണിച്ച് അക്രമിയായി പോയെന്നാണ്. فتلقى آدم من ربه كلمات فتاب عليه إنه هو التواب الرحيم. വേറെ സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, ആദം അവന്റെ രക്ഷിതാവിൽ നിന്ന് ചില വാചകങ്ങൾ സ്വീകരിച്ചു, പഠിച്ചു, മനസ്സിലാക്കി. എന്നിട്ട് അപ്പോ ആകെ ബേജാറായിട്ട് പറയാം, ഞങ്ങൾ അബദ്ധം പറ്റിപ്പോയി തമ്പുരാനെ എന്ന് പറഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞു കൊടുത്തതാ, ഇങ്ങനെ പറയാ, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂന മിനൽ ഖാസിരീൻ. നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. മനുഷ്യൻ അറിഞ്ഞും അറിയാതെയും അക്രമം പ്രവർത്തിച്ചു. അപ്പോ പറയാനുള്ള ഒരു പ്രാർത്ഥന, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പഠിച്ചവനെ, ഞങ്ങൾ പറ്റിപ്പോയി, ഞങ്ങൾ സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ചു. അവിടെ അള്ളാഹുവിന്റെ പരിശുദ്ധിയും മഹോന്നതിയും ഉയർത്തിക്കാട്ടുകയും അതോടൊപ്പം നമ്മുടെ നിസ്സഹായതയും കഴിവില്ലായ്മയും തെറ്റും ഏറ്റുപറയുകയും ചെയ്തുകൊണ്ട് പടച്ച തമ്പുരാനെ പൊറുക്കണേ, നീ കാരുണ്യം കാണിക്കണേ, ഇല്ലെങ്കിൽ ഞങ്ങൾ നഷ്ടകാരികളിൽ പെട്ടുപോകും എന്ന വളരെ വിനയത്തിന്റെ ഒരു സമീപനം സ്വീകരിക്കാനുള്ള ഒരു മഹത്തായ പാഠമാണ് അവിടെ നിന്ന് പഠിപ്പിക്കുന്നത്. എന്നിട്ട് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പുറത്തു കൊടുത്തു ഒന്നും ഇവിടെ പറയുന്നില്ല. വേറെ റഹീം എന്ന് പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആ പ്രാർത്ഥന സ്വീകരിച്ച്, രണ്ടുപേരുടെയും പ്രാർത്ഥന സ്വീകരിച്ച് പുറത്തു കൊടുക്കുകയും അവൻ വളരെയധികം റഹീം, അവന് വളരെയധികം പശ്ചാത്തലം സ്വീകരിക്കുന്ന കാരുണ്യവാനാണ് എന്ന് ലോകരെ അറിയിക്കുന്ന ഒരു പിൻകുറിയും ആ ആയത്തോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ സംഭവം അടുത്ത രംഗമാണ്. അല്ലാഹു പറയാ, ഇഹ്ബിതു ബഅദുകും ലിബഅദിൻ അദു, നിങ്ങൾ എല്ലാവരും ഇവിടുന്ന്, ഇഹ്ബിതു മിൻഹാ ജമീഅ എന്ന് വേറെ സ്ഥലത്ത് പറയും, എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ
സുഖസൗഭാഗ്യങ്ങൾ അവസാനിപ്പിക്കുന്നു. എന്നിട്ട് ജീവിതത്തിൻ്റെ പരുപരുക്കൻ യാഥാർത്ഥ്യങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് വരികയാണ്. അവിടെ ശരിക്കും ആദവും ഹവ്വയും ഭൂമിയിലെ ജീവിതത്തിൻ്റെ എല്ലാവിധ ദുർഘട പ്രയാസ ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ തരണം ചെയ്തുകൊണ്ടാണ് തുടക്കം കുറിക്കുന്നത്. ആദമിന് ചരിത്രപരമായും ചില കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആദമിന് സിലോണിലെ സറം ദ്വീപിലെ ആദം സ്പീക്ക് എന്ന് പറയുന്ന ഇന്ത്യയുടെ അടുത്തുള്ള ആ സ്ഥലത്തും, ഹവ്വയെ ജിദ്ദയിലും, അതായത് സൗദി അറേബ്യയുടെ അടുത്ത് ജിദ്ദയിലുമാണ് ഇറക്കിയത് എന്നാണ് ചരിത്രവും ചില രേഖകളും പറയുന്നത്. എന്നിട്ട് എത്രയോ മൈലുകളുണ്ട്, ഒരു 4500, 5000, 4500ഓളം മൈലുകൾ മിക്കവാറും ഉണ്ടാവും തോന്നുന്നു ഏകദേശം. അന്ന് വാഹനങ്ങളൊന്നും ഇല്ല നമുക്കറിയാം. ആദമിന് വളരെ പൊക്കമെന്നുള്ളപ്പോണ്ടെങ്കിലും നടന്നല്ലാതെ പോകാൻ നിവൃത്തിയില്ല. അല്ലെങ്കിൽ ഭൂമിയിലുള്ള ഏതെങ്കിലും ജന്തുക്കളെ പുറത്ത് കയറി പോകണം. അതിനെക്കുറിച്ചൊന്നും വിശദാംശങ്ങളൊന്നുമില്ല. പക്ഷേ അവര് ജീവിതം തുടങ്ങുന്നത് രണ്ടാളും കൂടി നല്ല സുഖസുഭിക്ഷമായ ജീവിതമായിരുന്നു. അവിടെ ഒരു കുരുത്തക്കേട് കാട്ടിയപ്പോൾ സൗഭാഗ്യങ്ങൾ അല്ലാഹു എടുത്തു മാറ്റുന്നു. എന്നിട്ട് തിക്തമായ ജീവിതാനുഭവങ്ങൾ, പരുപരുക്കൻ പാറക്കെട്ടുകളിലൂടെ സഞ്ചരിച്ചു. രണ്ടാളും വേർപാടിന്റെ വ്യസനം ശരിക്കും അനുഭവിച്ചു. എന്നിട്ട് അവർ കണ്ടുമുട്ടുന്ന അറഫയിൽ വെച്ച്, പരസ്പരം തിരിച്ചറിയുന്ന അറഫ മൈതാനിയിൽ വെച്ചാണ് അവർ കണ്ടുമുട്ടുന്നത്. അവിടെ ജീവിതം ആരംഭിക്കുകയാണ്. അപ്പൊ ഇവിടെ വളരെ ഗൗരവതരമായ ഒരു സംഗതി പഠിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യനെ എത്ര തന്നെ ജ്ഞാനമുണ്ടെങ്കിലും ദൃഢമായ വിശ്വാസമുണ്ടെങ്കിലും അവൻ പൈശാചിക ദൗർബോധനങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്ന ഒരു സ്വഭാവം. ഖുലിഖൽ ഇൻസാനു ലഈഫ, മനുഷ്യൻ ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് വികാരവിചാരങ്ങളിൽ, ചിന്ത, ആശയ, ഭാഷ, ആശകളിലൊക്കെ പലപ്പോഴും അവന് ഭൗതിക ജീവിതത്തിന്റെ അനുഭൂതി ആസ്വദിക്കാനുള്ള ത്വരയുണ്ടാകും. പിശാച് അവന്റെ അടുത്തുണ്ട്, അതുകൊണ്ട് അവനെ പ്രേരിപ്പിക്കും. അവൻ അബദ്ധത്തിൽ ചെന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ സൗഭാഗ്യങ്ങൾ എടുത്തു മാറ്റപ്പെടും. പരുക്കൻ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് പിന്നെ പോകേണ്ടി വരും. നിങ്ങളുടെ തുടക്കം തന്നെ അങ്ങനെയാണ്. വാപ്പയും ഉമ്മയും അങ്ങനെയാണ് മക്കളെ ജീവിതം ആരംഭിച്ചത്. ആദമിന്റെ സന്താനങ്ങളെ എന്ന സ്നേഹസ്മഷ്ണമായ വിളിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കഥ പറഞ്ഞു പഠിപ്പിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു നോവലിലെ കഥയല്ല. മനുഷ്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച സംഭവങ്ങളുടെ പച്ചയായ ചിത്രീകരണമാണ്, യാഥാർത്ഥ്യാധിഷ്ഠിതമായ ചിത്രീകരണത്തിൽ പല തരത്തിലുള്ള പൊടിപ്പും തൊങ്ങലുകളൊക്കെ മറ്റുള്ളവർ കടത്തിക്കൊട്ടാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ 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 ചുരുക്കിയിട്ട് ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ആവശ്യമാണ് എന്ന് തോന്നുന്ന അത്രയും ഭാഗങ്ങൾ മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. എന്നിട്ട് പറയാ, വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാഹി, നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിതമുണ്ട് ഒരു നിശ്ചിത കാലം വരെ. ഫീഹ, അതിലാണ് ഖാല ഫീഹ തഹ്യൂൻ വഫീഹ തമൂതൂൻ വമിൻഹ തുഖ്റജൂൻ, അവിടെ നിങ്ങൾ ജീവിക്കും, അവിടെ നിങ്ങൾ മരിക്കും, അവിടെ നിന്ന് നിങ്ങളെ പുനരെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഭൂമിയിലേക്ക് പോയിക്കൊള്ളുക, ജീവിച്ചുകൊള്ളുക. ഇബ്ലീസ് കൂടെയുണ്ട് എന്ന കാര്യം മറക്കണ്ട. പിശാചിന്റെ ദൗർബോധനങ്ങളിൽപ്പെട്ട് ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടുത്തേണ്ട, അക്കാര്യം ഓർമ്മയിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യ പിതാവിനെയും മാതാവിനെയും ഭൂമിയിലേക്ക് ജീവിക്കാൻ വിട്ടത്. അതിന്റെ പാരമ്പര്യത്തിന്റെ സന്താന പരമ്പരകളാണ് നമ്മൾ. നമുക്കും ആ ഉപദേശം ശക്തമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. അല്ലാഹുവിന്റെ ആ നിർദ്ദേശം പൂർണ്ണമായും സ്വീകരിച്ച് വിജയിക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വരിമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅളീമി സുൽത്താനി സുബ്ഹാനക ലാ നസീദനാ കമാ അസ്നൈത നഫ്സുഹു ലകൽ ഹംദു ഹത്താ തർളാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. أيها الإخوة الأحبة,
ഊസിക്കും വഇയ്യായ ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സഹോദരന്മാരെ നിങ്ങളോടും എന്നോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇവിടെ സ്വർഗത്തിൽ ആദവും ഹവ്വയും അനുഭവിച്ച ജീവിത സൗഭാഗ്യങ്ങളും അതിനിടയിൽ അവർക്ക് വന്ന പിഴവും അത് കാരണമാക്കിക്കൊണ്ട് സൗഭാഗ്യങ്ങൾ എടുത്തു മാറ്റുന്നതും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അവിടെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കേണ്ടതാണ്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങളുടെ പിന്നാലെ പോയാൽ തല പുകഞ്ഞ് കൊള്ളാവുകയുള്ളൂ, വഴിയറ്റ് പോവുകയുള്ളൂ. അള്ള പറഞ്ഞതങ്ങ് വിശ്വസിച്ച് മനസ്സിലാക്കി അനുസരിച്ച് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് രക്ഷപ്പെടാൻ നോക്കുക. അല്ലാതെ ഭൂമിയിലേക്കല്ലേ ജനിപ്പിച്ചത്, സ്വർഗത്തിൽ പോയിട്ട് കുഴപ്പം ചെയ്തില്ലെങ്കിൽ ഭൂമിയിലേക്ക് അള്ള വിടൂലായിരുന്നോ? ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാം. ഈ ചാൻസൊക്കെ എന്തിനാന്ന് പറഞ്ഞാൽ നിഷേധിക്ക് ചോദിച്ച് തകർന്നു പോകാനാണ്. വിശ്വാസിക്ക് കേട്ട് അനുസരിച്ച് തഴങ്ങി അനുസരിച്ച് വിനയാനകനാകാനാണ്. എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി അങ്ങോട്ട് ഉത്തരം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. കുറെ ചോദ്യങ്ങൾ ബാക്കിയുണ്ടാവണം, കുറെ ഉത്തരങ്ങൾക്ക് നമുക്ക് പ്രതീക്ഷ വേണം. അള്ള പറഞ്ഞതൊക്കെ ശരിയാണ്. ഖുർആൻ അല്ലാഹു തആല പറഞ്ഞത് ഉമ്മുൽ കിതാബ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മുത്തശാബിഹാത്ത് അത് വിശദീകരിച്ചിട്ടില്ല. മുത്തശാബിഹാത്ത് ഉപമാനുപമയങ്ങൾ അതിന്റെ വിശദീകരണത്തിന്റെ പിന്നാലെ പോകുന്നത് ഹൃദയത്തിൽ വക്രതയുള്ളവരാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അള്ള പറഞ്ഞ ഒരു സംഗതി മനസ്സിലാക്കാവുന്നിടത്തോളം മനസ്സിലാക്കുക, അല്ലാത്തത് മനസ്സിലാക്കാൻ വേണ്ടി അതിന്റെ പിന്നാലെ പോയി കിടന്നിട്ട് കുൽമാലുണ്ടാക്കി ചോദ്യം ചോദിച്ച് ഖുർആന്റെ പുറത്തായി ഹദീസിനെ നിഷേധിച്ച് കൊളായി നാശായി കാഫറായി എന്നും പോകേണ്ട ആവശ്യമില്ല. സത്യവിശ്വാസികൾ എന്ത് സമീപനം സ്വീകരിക്കുമെന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. കുല്ലും മിൻ ഇൻദില്ല, എല്ലാം അള്ളാഹുവിനാണെന്ന് പറഞ്ഞു. പ്രശ്നം കഴിഞ്ഞു. അള്ള പറഞ്ഞു ആദമിനെയും ഹവ്വയും അവിടെ താമസിക്കാൻ, അവരോടൊരു കാര്യം ചെയ്യലെന്ന് പറഞ്ഞു. അവരാ കാര്യം കയറി ചെയ്തു. അത് തെറ്റാണ് എന്നവർക്ക് മനസ്സിലായി. ആ ബോധത്തോടുകൂടി തൗബ പഠിപ്പിച്ച് അള്ള ഭൂമിയിലേക്ക് വിട്ടു. മനുഷ്യ മനസ്സിൽ തെറ്റിലേക്കുള്ളൊരു ചായവുണ്ട്. എത്ര ശ്രമിച്ചാലും അവൻ തെറ്റ് ചെയ്തു പോകും. ഞാൻ തെറ്റിയില്ല എന്ന് ആർക്കും പറയാൻ പറ്റൂല എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ കൊണ്ട് സത്യം എന്ന് പറഞ്ഞാൽ ഞാനീ പറയണത് എന്റെ സ്വന്തമല്ല, എന്റെ ആത്മാവ് നിയന്ത്രിക്കണം പറഞ്ഞെന്നതേനാണ്. അവനെ കൊണ്ട് സത്യം എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ലൗലം തുദ്നിബൂ ലറഹബല്ലാഹു തആല ബിക്കും, നിങ്ങൾ ഇവിടെ തെറ്റിയില്ല എന്ന് ശഠിക്കുകയാണെങ്കിൽ നിങ്ങളെ ഇവിടെ നിന്ന് മാറ്റിക്കൊള്ളും. ഭൂമിയിലെ മനുഷ്യന്മാർ തെറ്റ് ചെയ്യുന്നവരാണ്. എന്നിട്ട് ഒരു ജനതയല്ല കൊണ്ടുവരും, അവർ തെറ്റ് ചെയ്യും, മനസ്സിലാക്കും, വിനയം കാണിക്കും, ഇസ്തിഗ്ഫാർ ചെയ്യും, തൗബ ചെയ്യും. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. തെറ്റ് ചെയ്യാനുള്ള ലൈസൻസ് അടിച്ച് കൈത്തരല്ല ഇത്. ഇത് നമ്മളോട് പറയാം, മനുഷ്യനാണേൽ അവന്റെ മനസ്സിൽ തെറ്റുകളിലേക്കുള്ള ഒരു തൃഷ്ണുണ്ട്. അവൻ എത്ര ശ്രമിച്ചാലും ചെയ്തു. അതിൽ നിന്നൊരു രക്ഷ തൗബയും ഇസ്തിഗ്ഫാറുമാണ്. ഈ പിശാച് ഇവിടെ ഉള്ളിടത്തോളം കാലം മനുഷ്യനിങ്ങനെ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂല്ല എന്നുള്ളതാണ്. പിശാചിനെ സംബന്ധിച്ചിടത്തോളം അവനെ എല്ലാ ആളുകളുടെയും രക്ഷാധികാരിയാവാൻ അല്ലാഹു തആല വിട്ടിട്ടില്ല. ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ ഇന്നമാ സുൽത്താനുഹു അലല്ലദീന യതവല്ലൗനഹു വല്ലദീന ഹും മുശ്രികൂൻ. ഈ പിശാച് എന്ന് പറഞ്ഞ അവന്റെ ആധിപത്യം അള്ളാന്റെ അടിമകളായ സത്യവിശ്വാസികളുടെ മേലിൽ അള്ളാഹുൽ ഭാരമേൽപ്പിക്കുന്ന മുഅ്മിനീങ്ങളുടെ മേലൊന്നും ഇല്ല കേട്ടോ. അത് മനസ്സിലാക്കണം. അള്ളാഹുവിനെ അശേഷം ഓർക്കാതെ നടക്കുന്ന ആളുകൾക്ക് പിശാചിനെ ഒരു ബൂൺ കമ്പാനിയനായിട്ട് നാം നിയമിച്ചു കൊടുക്കുമെന്നത് അള്ളാഹു തആലയുടെ വ്യവസ്ഥയിൽപ്പെട്ടതാണ്. പക്ഷെ പിശാച് മനുഷ്യന്മാരെ വഴിതെറ്റിക്കുന്നത് അള്ളാഹുവിനുള്ള ആ ഇസ്തിഗ്ഫാറും തൗബയൊക്കെ മറന്ന് സ്മരണയൊക്കെ മറന്ന് പോകുന്ന ഒരു സന്ദർഭത്തിൽ. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പിശാചിന്റെ ഒരു പ്രബോധനമേറ്റാൽ അള്ളാഹുവിനോട് നിങ്ങൾ കാവലിനെ ചോദിക്കുള്ളൂ. അപ്പൊ നിരന്തരമായ തൗബയും ഇസ്തിഗ്ഫാറും ചെയ്താൽ പിശാചിന്റെ പ്രേരണയിൽ നിന്ന് നമുക്ക് മോചനം കിട്ടുന്നതാണ്. ദൈനംദിന സാധാരണ ജീവിതത്തിൽ മീൻ വാങ്ങാൻ അങ്ങാടി പോയപ്പോ പല തരത്തിലുള്ള വലിയ 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 മീനൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ പലരും 1-2 ആളുകൾക്ക് മീൻ വാങ്ങുന്നുണ്ട്. അവർ അവരുടെ സ്റ്റാറ്റസ് അനുസരിച്ച് 300 രൂപ കിലോ, 400 രൂപ കിലോ, 500 രൂപയുടെ മീൻ വാങ്ങുന്നു. മുള്ളനോ മത്തിയോ ഒക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ പോയതാ. അപ്പൊ ഇബ്ലീസ് പറയും, നിനക്കും തടോ അത് വാങ്ങിക്കൂടെ,
നിനക്കെന്താ വാങ്ങിക്കൂടെ എന്നാണ് മെല്ലെ ഈ ഒരു പർച്ചേസ് നടത്താൻ പോണത് പിശാചി എപ്പോഴും കൊണ്ടുവരിക. അങ്ങാടിയിൽ പിശാചിന്റെ ഒരു താവളാണ് പർച്ചേസ് നടത്താൻ പോകും. അത് പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ കടയിൽ പോയിട്ട് ടെക്സ്റ്റൈലിൽ പോയിട്ട് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും വാരിയിട്ട് ഒന്നും മതിയാവില്ല. ഇങ്ങനെ അങ്ങനെ അവനവന് ആവശ്യമുള്ളത് നോക്കും. ഒരു വാഹനം വാങ്ങാൻ പോയാൽ, ഒരു വീട് വെക്കാൻ പോയാൽ, ഒരു കല്യാണം നടത്താൻ പോയാൽ, ഒരു സൽക്കാരം നടത്താൻ പോയാൽ, ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൈവെക്കുമ്പോൾ ഇബ്ലീസ് നമ്മളെ കൂടെ വരുമ്പേ നാലാള് കാണണ്ട മോനെ, ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയാവോ? നിനക്ക് അള്ള തന്ന പൈസ ആള് കൊടുക്കാനുള്ളല്ലേ, അത് നീ കാണിക്കണ്ടേ? നിന്റെ പത്രാസ് വീടിന്റെ മതിൽ കെട്ടുമ്പോ, വീടിന്റെ വാതിൽ വെക്കുമ്പോ, വീടിന്റെ സ്ഥാനം കാണുമ്പോ, അതുപോലെ തന്നെ കാറിന് ഷെഡ് കെട്ടുമ്പോ, അങ്ങനെ ജീവിതത്തിന്റെ മക്കളെ സ്കൂളിൽ ചേർക്കുമ്പോ, ബാഗ് വാങ്ങിക്കൊടുക്കുമ്പോ, ഡ്രസ് എടുക്കുമ്പോ, ഓരോ ഏരിയയിലും ഇബ്ലീസ് നമ്മളെ കൂടെ നിന്നിട്ട് ഭൗതിക ജീവിതത്തിന്റെ ആർഭാടങ്ങൾ അരുതായ്മകൾ ചെയ്ത് ആസ്വദിക്കാനുള്ള ഒരു തൃഷ്ണ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങാടിയിൽ അവസാനം പ്രവേശിക്കുന്നവനും ആദ്യം അങ്ങാടിയിൽ നിന്ന് വിരമിക്കുന്നവനും ബർക്കത്തുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പള്ളിയിൽ അങ്ങാടിയിൽ അവസാനം പ്രവേശിക്കുക, ആദ്യം പുറത്തു വരിക. പള്ളിയിൽ ആദ്യം പ്രവേശിക്കുക, അവസാനം പുറത്തു വരിക. അവനാണ് ബർക്കത്ത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു. അവിടെയൊക്കെ പള്ളിയിൽ പിശാചിന്റെ സാന്നിധ്യം കുറയാനുള്ള സാധ്യത, അങ്ങാടിയിൽ പിശാചിന്റെ സാന്നിധ്യം കൂടാനാണ് സാധ്യത. അതുപോലെ ജീവിതത്തിന്റെ ഏതേത് മേഖലകളിൽ ചെല്ലുമ്പോൾ ഭൗതിക ജീവിതത്തിന്റെ ആർഭാട അലങ്കാരങ്ങളും പൊങ്ങച്ച പ്രകടനങ്ങളും നടത്തി താൽക്കാലികമായ സുഖഭോഗങ്ങൾ ആസ്വദിക്കാനുള്ള ഒരു ത്വര പിശാച് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതിന് തടയിടാൻ അതിന് അള്ളാഹുവിന് മാത്രമേ സാധിക്കുള്ളൂ. ഇന്നല്ലാഹു യുദാഫിഉ അനിൽ ലദീന ആമനു, സത്യവിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു തആല പ്രതിരോധിക്കും. ആ പ്രതിരോധം അവനെ കൊണ്ട് ചെയ്യിക്കാൻ അള്ളാഹുവിനെ നിരന്തരമായി സ്മരിച്ച് ഇസ്തിഗ്ഫാറും തൗബയും ചെയ്ത് വിജയിക്കാൻ വേണ്ടിയാണ് ആ ഉന്നതമായ ആ ചിത്രീകരണം നമുക്ക് കാണിച്ചത്. സ്വർഗ സൗഭാഗ്യങ്ങളിൽ നിന്ന് താഴോട്ടിറക്കപ്പെട്ടിരിക്കുന്നു. ഇനി തിരിച്ച് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ സ്വർഗം, നഷ്ടസ്വർഗം തിരിച്ചു കിട്ടാൻ എന്റെ പ്രവാചകന്മാർ കൊണ്ടുവന്ന ഹിദായത്ത് നിങ്ങൾ പിൻപറ്റുക. ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, നിങ്ങൾക്ക് യാതൊരു ഭയപ്പാടും സങ്കടവും ഉണ്ടാവേണ്ടതില്ല. അത് പിൻപറ്റിയാൽ അങ്ങനെ ആ ഹിദായത്തിന്റെ പാത പിൻപറ്റി വിജയിക്കുവാനാണ് ഇങ്ങനെ മനോഹരമായ കൗതുകകരമായ ചിത്രീകരണങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്വർഗത്തിലേക്കുള്ള പോക്കാണ് നമ്മുടെ പോക്കെന്ന് മനസ്സിലാക്കുകയും അതിനുവേണ്ടുള്ള ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും നടത്തുകയും ചെയ്ത് വിജയിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن أبو بكر وعمر وعثمان وعلي عن بقية أصحاب رسول الله أجمعين. അരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും ഭാര്യസന്താനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസികൾക്കും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മുന്നേ നിന്നിൽ ചേർന്നു കഴിഞ്ഞ ആളുകളുടെ കബറിടങ്ങളെ സ്വർഗ പൂങ്കാവനങ്ങളിൽ നിന്നുള്ള പൂങ്കാവനങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. അകലങ്ങളിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഹിദായത്തും ഇസ്തിഖാമത്തും ഉള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ സന്താനങ്ങളിലും സമ്പത്തുകളിലും കുടുംബങ്ങളിലും നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. യഥാർത്ഥമായി ദീൻ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പൈശാചിക ദൗർബോധനങ്ങൾ ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ. പിശാചിന്റെ ശറിൽ നിന്ന് എപ്പോഴും നീ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. പിശാച് ഞങ്ങളെ വഴിതെറ്റിക്കുന്നതിൽ നിന്ന് നീ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, യഥാവിധി ജീവിച്ച് സന്തോഷത്തോടെ സംതൃപ്തിയോടെ നിന്നിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ശാന്തമായ ഒരു സക്രാത്ത് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഖബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുള്ള രോഗികളുടെ രോഗങ്ങളെല്ലാം നീ ശിഫാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം നീ പരിഹരിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ദുആ സ്വീകരിച്ച് ഉത്തരം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നരകശിക്ഷയിൽ ഞങ്ങളെ കാക്കുകയും സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ തമ്പുരാനെ.
ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين ربنا تقبل منا إنك أنت التواب الرحيم وآخر دعوانا